ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, അതായത് ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് പുറത്തു പോകുന്ന വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പഴം പുഴുങ്ങാണ് കേട്ടോ. ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് പഴം പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. അതിന് മേലെ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പം നമ്മുടെ പഴം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അത് പുഴുങ്ങിയെടുക്കാൻ വെക്കുകയാണ്. അപ്പം നമ്മുടെ പഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ചായ കുടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ. നമ്മളിവിടുന്ന് 6 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ട്രാവലർ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രാവലറിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ വണ്ടിയിൽ കയറുന്ന തിരക്കാണ് എല്ലാവരും. അപ്പോൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കയ്യോട്ടും പാട്ടൊക്കെ ആയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിരപ്പള്ളിയിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണമൊന്നും കാര്യമായിട്ട് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ എത്തിയ വശം തന്നെ ആദ്യം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഓരോ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പത്തിരി, പുട്ട്, ചിക്കൻ കറി, അതുപോലെ ബ്രെഡ്, പിന്നെ പഴം, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ ഹെവി ആയിട്ട് കഴിച്ചാൽ ചിലപ്പോൾ സിക്ക് ഉണ്ടാവും, ഛർദി ഉണ്ടായെങ്കിലോ എന്ന് വെച്ചിട്ട് രാവിലെ കാര്യമായിട്ട് ആരും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിച്ചാൽ പിന്നെ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒന്ന് സെറ്റ് ആവുമല്ലോ. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും. അടിപൊളിയായിരുന്നു. എന്തായാലും നല്ലൊരു മെമ്മറി ആയിരുന്നു. നമുക്കിതൊക്കെ നാട്ടിൽ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം തിരിച്ച് ചെന്നാൽ പിന്നെ ഈ വക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഇതാ കാണുന്നുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിൽ പോയാൽ ഇതുപോലെ ജ്യേഷ്ഠനും ഫാമിലി എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകും കേട്ടോ. അതൊരു രസമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നത്. 2 സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് എത്തിയത്. പിന്നെ എൻ്റെ ജ്യേഷ്ഠനും ഫാമിലിയും വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഒരുമിച്ച് നാട്ടിൽ പോയത്. വീഡിയോ എടുക്കണം. ഇപ്പം നമ്മൾ കണ്ട മോള് എൻ്റെ ഒരു ഏട്ടത്തിയുടെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അവളുടെ ഉപ്പയാണ് എടുത്തിക്കണത്. അവളെപ്പോഴും ഹാപ്പിയാണ്. എപ്പോൾ ചിരിക്കാൻ പറഞ്ഞാലും ആൾ റെഡിയാണ്. അപ്പം നമ്മൾ താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുകളിലേക്ക് കയറിയിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് പേര് കയറി വന്നിട്ടുണ്ട്, കുറച്ച് പേര് വരുന്നുണ്ട്. പിന്നെ എളുപ്പമല്ല താഴേക്ക് ഇറങ്ങിയിട്ട് കണ്ട് കയറി വരാൻ. ഇനി നെക്സ്റ്റ് പരിപാടി അടുത്ത സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഞങ്ങളെല്ലാവരും ട്രാവലറിലും അതുപോലെ ജ്യേഷ്ഠനും ഫാമിലിയും അവർ അവരെ വണ്ടിയിലായിരുന്നു കേട്ടോ.
അപ്പോൾ അവർ ബാക്കിലുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടർലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എറണാകുളം ഉള്ള വണ്ടർല ഉണ്ടല്ലോ, അത് വീഗാലാൻഡ് ആയിരുന്നു ഇതിൻ്റെ നെയിം. ഇപ്പോൾ അത് ചേഞ്ചാക്കി കാണുന്നുണ്ട്. അവിടെ എത്തിയിട്ട് പിന്നെ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ തിരക്കും ഓരോ മെഷീനിൽ കയറുന്ന തിരക്കൊക്കെ ആയിരുന്നു. റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഫുള്ള് ബിസി ആയിട്ട് ഓരോരോ ഭാഗത്തായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോസൊന്നും അവിടുത്തെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ടയേർഡായിപ്പോയി. ഞാനും എൻ്റെ നാത്തൂനും അതുപോലെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തൊന്നും ഒരു റൈഡിലും കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ എല്ലാതും കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കിയിരുന്നു. അപ്പം നമ്മൾ വണ്ടർലയിലും അടിച്ചു പൊളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇത് അതിൻ്റെ തലേന്ന് നടന്ന സംഭവമാണ് കേട്ടോ. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇത് സർപ്രൈസായിട്ട് നടന്നൊരു സംഭവമാണ്. കുഞ്ഞിപ്പാടെ മക്കളും എൻ്റെ അനിയൻ്റെ ഭാര്യയും 2 അനിയന്മാരുടെ ഭാര്യമാരുണ്ടായിരുന്നു, താത്താടെ മക്കൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പെട്ടെന്നൊരു സർപ്രൈസ് നടത്തിയതാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവമൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ കേക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഇത് വല്ലാത്തൊരു സംഭവമായിപ്പോയി. എന്നാലും ഒരുപാട് സന്തോഷമായി. അനിയൻ്റെ മകളാണ് കേട്ടോ അത്, ചെറുത്. അപ്പോൾ അവർ തന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു ഇത്. എന്തായാലും അതും മറക്കാൻ പറ്റാത്തൊരു സംഭവമായി പോയി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഹാപ്പിയായി. ഞാൻ എൻ്റെ ബർത്ത്ഡേക്കൊന്നും അങ്ങനെ കേക്ക് കട്ട് ചെയ്യുക അതുപോലെ പായസം ഉണ്ടാക്കുക അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കുക എന്നല്ലാതെ നമ്മുടെ ഇതൊന്നും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഇത് വല്ലാത്തൊരു സർപ്രൈസായി പോയി. എന്തായാലും നല്ല സന്തോഷമായി. ഇത് കുഞ്ഞിപ്പാടെ മകളും അവളുടെ കുട്ടിയാണ് കേട്ടോ. അവള് അടുത്തേക്കൊന്നും വരില്ല, ആള് പോക്കിരിയാണ്, സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് മൂപ്പര്. അപ്പോൾ അതാ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ മുമ്പാരത്ത് എല്ലാവരും കൂടിയിട്ട് ഇരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അന്നത്തത്. എല്ലാവരും നല്ല ഹാപ്പിയായി. ഇത് ഒരു അനിയൻ്റെ മോളാണ് കേട്ടോ. രണ്ടാമത്തെ മോളാണ്, കുഞ്ഞിപ്പാടെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.